എല്ലാവർക്കും നമസ്കാരം. ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നല്ല ക്രിസ്പോട് കൂടിയിട്ടുള്ള കോഴിയട ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കോഴിയടയാണ്. ഇത് ചിക്കൻ വെച്ചിട്ടും അതേപോലെ ബീഫ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് 250 ml 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. വല്ലാണ്ട് ലൂസാക്കി കുഴക്കണ്ട, ഒന്നങ്ങനെ ടൈറ്റായിട്ട് എന്നാലാണ് ഈ ഒരു മാവിന് പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ അത് അതേ ഒരു ടൈറ്റിലായി വരും കേട്ടോ. ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ല കുഴച്ചെടുത്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ ഇരിക്കട്ടെ. ഇതിലേക്കുള്ള ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 300 ഗ്രാം ബീഫ് എല്ലില്ലാത്ത കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 1/4 ഭാഗം വേവായാൽ മതി. നന്നായിട്ട് വെന്തുടയരുത് കേട്ടോ. ഒരു 1/4 ഭാഗം വേവായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിൽ വെള്ളമുണ്ടെന്ന് വെച്ചാൽ അതൊന്ന് വറ്റിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളം വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ അത് ഇതിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് വറ്റിച്ചെടുക്കാം. ഇത് വറ്റിച്ചെടുത്താലല്ലേ പിന്നെ അതിൽ ചേർത്തിട്ടുള്ളതൊക്കെ അതിൽ റെഡിയായിട്ട് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, വെള്ളം കളയരുത് കേട്ടോ. അപ്പോൾ വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ആറിയതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണോളം ഉണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്നും ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സവാള 2 എണ്ണം ചെറുതാക്കി അരിഞ്ഞെടുത്തതുണ്ട്. ഇത് സവാളൊക്കെ നന്നായി നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ട് എല്ലാം നന്നായി മുരിഞ്ഞ് വരികയും വേണം കേട്ടോ. എന്ന് പറഞ്ഞാൽ തീരെ നനവില്ലാതെ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് ദിവസം നമ്മൾ കോഴിയടക്കം ഉണ്ടാക്കി വെച്ചാൽ വെക്കുമല്ലോ, എടുത്ത് വെക്കുമല്ലോ. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ, ഒരു ദിവസത്തേക്ക് തന്നെ പിന്നെ തികഞ്ഞില്ല എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ നമ്മൾ എടുത്ത് വെക്കാനായിട്ട് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കിട്ടട്ടെ. ഇനി നമ്മൾ വെള്ളം വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, അത് വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാ മസാലയും ഈ ബീഫിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം ഇതൊക്കെ നന്നായി വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നിങ്ങനെ മുരിയിച്ച് പോലെ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഉള്ളി വാടി വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് പച്ചമുളക് ചെറുതാക്കി ഇട്ട് കൊടുക്കുക. കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വറ്റി വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിപ്പോൾ അധികം ഒഴിച്ചു കൊടുത്തിട്ടില്ല, എത്ര മതി എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മുളക് പൊടി ബീഫിൽ കുറച്ചിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എരിവൊക്കെ നോക്കിയതിന് ശേഷം ബീഫൊക്കെ ക്രഷ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടിങ്ങനെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ട് ചെയ്തിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടിങ്ങനെ ഉടഞ്ഞു പോകരുത്, ഇതേപോലെ നൂലായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, 1/4 ഭാഗം വേവിച്ചെടുത്താൽ മതി എന്നുള്ളത്. പിന്നെ ഇതിൽ കിടന്നിട്ട് ഇതിങ്ങനെ നമുക്ക് മുരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എരിവൊക്കെ പാകമാണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ചിരിക്കുമ്പോൾ ബീഫ് വേവിക്കുമ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എരിവിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ട് അങ്ങനെ മുരിഞ്ഞ് വരുന്ന പോലെ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കിയിട്ട് സിം ഫ്ലെയിമിൽ വെച്ചിട്ട് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഈ ഉള്ളി നന്നായി വാടുന്നതിന് മുന്നേ ഇതുപോലെ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ വേവും ഉള്ളിയുടെ വേവ് മുരിച്ചിലും ഒക്കെ ഒരേ
സമയത്തായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനത് കുറച്ച് ചെയ്യുന്നത് കാരണമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൂടുതലൊക്കെ ചെയ്യുമ്പോൾ ഉള്ളി മുരിയാതിരിക്കരുത് കേട്ടോ. കാരണം പിന്നെ അത് കേടുകൂടാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം, എന്നാലാണ് കുറച്ച് നാൾ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കുക. നല്ല മുരിയിച്ച് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുത്ത് ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു അളവിൽ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ആ ഒരു കൂട്ട് നന്നായി ആറിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ട് നമുക്ക് മടക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മടക്കിയിട്ട് 2 ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്നമർത്തി കൊടുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പിരിച്ച് എടുക്കുക. അത് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്ത് നല്ല അമർത്തി പിരിച്ച് കൊണ്ടുവരണം. ഇതേപോലെ ഒന്നമർത്ത് അതിങ്ങനെ മടക്കിയെടുക്കുക. ഇതേപോലെ ആക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതെല്ലാം പരത്തി ഇതേപോലെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കുന്ന കൂട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് സമയമുള്ളപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. മാവ് പരത്തിയെടുത്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടാക്കിയിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയത് നല്ല ചൂടായതിൻ്റെ ശേഷം ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി. കാരണം പെട്ടെന്ന് ചൂടായിട്ട് കരിഞ്ഞ് പോകരുത്. ഇതിൻ്റെ ഉള്ളൊക്കെ പിന്നെ ഇത് കുറച്ച് കട്ടിക്കല്ലേ പരത്തിയിട്ടുള്ളത്, അപ്പോൾ അതൊന്നിങ്ങനെ മുരിഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ നിറമായി വരുന്നത് വരെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് മാറ്റാം. അപ്പോൾ ഇത് 2 ബാച്ചായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള കോഴിയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറക്കാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.